അവര് മനുഷ്യരല്ലേ, ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ള പ്ലേയേഴ്സ് അല്ലേ അവര്. ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടവരല്ലേ അവര്. അവർ ഒരാളെങ്കിലും ഇങ്ങോട്ട് എത്തിയൊന്ന് നോക്കിയിരുന്നെങ്കിൽ. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാലോ, അത്രയും പറഞ്ഞാൽ കാണണം, കാണേണ്ട കാഴ്ചയാണെന്ന് പറയും. എല്ലാ സൗകര്യങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുറവുള്ള, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറവായിട്ട് കാണുന്ന ഒരു കാര്യമായിരിക്കാം ബ്ലൈൻഡ് ഫുട്ബോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അതായത് ഞാനിപ്പോ നിൽക്കുന്നത് കാക്കനാട് ഫുട്ബോൾ ഒരു ടർഫിലാണ്. ഇവിടെ ഇപ്പോൾ നാഷണൽ കപ്പ് നടക്കുകയാണ്, അതായത് മെൻസിന്റെ നാഷണൽ കപ്പ് നടക്കുകയാണ്. അപ്പോൾ അത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ആ ഒരു ഫൈനൽ കഴിഞ്ഞു. ഇതിന് ശേഷം ഇനി വരുന്നത് വേൾഡ് കപ്പാണ്. വുമൻസിന്റെ വേൾഡ് കപ്പ് നടക്കാൻ പോവാണ് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് തന്നെ കേട്ടോ. അത്രയും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ബാക്കിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. അതിലൊരു ഭാഗമാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ടീം. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, അതായത് ഫുട്ബോൾ ജീവിതം മാറ്റി വെച്ച് എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് രാപ്പകലില്ലാണ്ട് എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കോച്ച് നിങ്ങൾ എല്ലാവരും അറിയുന്നതായിരിക്കും, CV സീന. നമ്മുടെ മേഡം നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മേഡത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അതായത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ നാഷണൽ ടീമിൽ കളിച്ച ഒരു മേഡമാണ്. അപ്പൊ ആ മേഡത്തിന്റെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ എന്താണ് എന്താണ് ഞാൻ പറഞ്ഞ അവരുടെ ഫുട്ബോളിന് വേണ്ടി ലൈഫ് മാറ്റി വെച്ചെന്നൊക്കെ പറയല്ലേ നടക്കുന്ന ശരിക്കും നമ്മുടെ IBFS എന്ന് പറയും, അതായത് IBSA, അതായത് ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ഒരു ബ്ലൈൻഡ് ഫുട്ബോൾ ഇതാണ് നാഷൻസ് കപ്പ് എന്ന് പറയും. നാഷൻസ് കപ്പ് മെൻസിന്റെ നടക്കണേ. അപ്പൊ ഇത് 5-ാം തീയതി വേൾഡ് കപ്പ് വുമൻസ് വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. ആ വുമൻസ് വേൾഡ് കപ്പിന്റെ പ്ലേയേഴ്സ് ആണ്. അതിൽ ബ്രസീലുണ്ട്, അർജന്റീന ഉണ്ട്, ജപ്പാൻ ഉണ്ട്, എല്ലാ ടീമുകളും ഇവിടെ വരുന്നുണ്ട്. അത് ഈ കാക്കനാട് നമ്മുടെ ബ്ലൈൻഡിന്റെ വുമൻസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ആ ടീമുകളൊക്കെ അണിനിരക്കാനുള്ള ഒരു ഗ്രൗണ്ടാണ് കാണുന്നത്. അവരെ നമ്മുടെ പ്രതിനിധീകരിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് ഇവിടെ ആ ഒരു ഈ ടൈമിലും കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ കോച്ച് എന്ന് പറയുന്നത് നമുക്കിപ്പോ ചിലമേടത്തിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചൊരു വ്യക്തി തന്നെയാണ് ഏകദേശം. അപ്പൊ എന്തായാലും ഇന്ന് ഇന്ത്യയിലെ വുമൻസ് ടീമിന്റെ ബ്ലൈൻഡ് ടീമിന്റെ ഒരു കോച്ചാണ്. അപ്പൊ മാഡം ഈ പറഞ്ഞ പോലെ ഇപ്പൊ സമയം നമ്മൾ നോക്കിയാൽ രാത്രി ആയിട്ടോ, ഇപ്പോഴും ഇവർക്ക് നല്ല രീതിക്ക് ഇത്രയും അവർ അധ്വാനിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള നമുക്ക് ഈ ഒരു കളിക്കുക അല്ലെങ്കിൽ അതെന്ന് പറയാൻ ഒരുപാട് കുറവുകൾക്ക് അപ്പുറം എന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെ. എന്നിട്ട് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവർക്ക് ആകെ കിട്ടാത്തൊരു സാധനം, ഒരു രീതിക്കും കിട്ടാത്തൊരു സാധനം ഇന്ന് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട്. ഇന്ന് ഞാൻ ഈ ഒരു കളി കാണാൻ വന്നപ്പോൾ മാഡം തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണ്, ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്, ഇത്രയും വലിയൊരു ഇന്ത്യയുടെ നാഷണൽ കളി നടന്നിട്ട് ഇവിടെ സംഭവിച്ചെന്താണെന്നുള്ളത് മാഡം തന്നെ പറയട്ടെ. സത്യം, അത് ആ പറഞ്ഞ വാക്കുകൾ കറക്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പോളണ്ട്, ഇറ്റലി, കൊറിയ, ഇംഗ്ലണ്ട്, ഇറാൻ, ജപ്പാൻ, ഈ ടീമുകളൊക്കെ നമ്മുടെ കാക്കനാട് പോലത്തെ നാട്ടിൽ വന്ന് ഒരു കൺട്രിയിൽ എന്തായാലും വന്നേക്കണം. അവര് മനുഷ്യരല്ലേ, ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ള പ്ലേയേഴ്സ് അല്ലേ അവര്. ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടവരല്ലേ അവര്. ഇവിടെ വന്ന് തൊട്ടപ്പുറത്തെ ഒരു ഗ്രൗണ്ടിൽ ഇന്നലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികൾ വന്ന് ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. ഒരാളെങ്കിലും ഇങ്ങോട്ട് എത്തിയൊന്ന് നോക്കിയിരുന്നെങ്കിൽ, ഇവിടെ എന്താ നടക്കണമെന്നെങ്കിലും ഇവർക്ക് നോക്കല്ല. ഒരു ഫോറിൻ രാജ്യത്തെ കുട്ടികൾ ഇവിടെ കണ്ണുകെട്ടി കളിക്കണ കാണുമ്പോൾ തന്നെ ഒരു ബ്ലൈൻഡ് ഫുട്ബോൾ എന്താണെന്നെങ്കിലും ഒന്ന് വീക്ഷിച്ചിട്ട് പോകാറുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ നാട്ടിലോട്ട് ഒരു കൺട്രി വരുമ്പോൾ നമ്മൾ അത്രയും ആതിഥ്യ മര്യാദ എന്ന് പറയുന്ന സാധനം ഉണ്ട്, അതെങ്കിലും കാണിക്കാമായിരുന്നു. അത്രയും പോലും സപ്പോർട്ട് ചെയ്യാത്ത നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് എനിക്കൊരു ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ, നമുക്ക് നാളെ എന്തും സംഭവിക്കാം. 2018 കണ്ണ് കാണാതായ ഒരു പ്ലെയർ ഉണ്ട്, ബോജി എന്ന് പറയുന്നത്. 2018 അവന്റെ കണ്ണ് പോകണം. അവൻ ഇന്ന് നല്ല ബെസ്റ്റ് പ്ലെയർ ആണ്, അവർ നല്ല ഫുട്ബോൾ കളിച്ചിരുന്ന ചെറു പ്ലെയർ ആണ്. അപ്പൊ അവൻ ഇവിടെ ഈ ഒരു ടീമിൽ, ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരു ഇന്ത്യൻ ടീമാണ്. ഗവൺമെന്റിന്റെ സപ്പോർട്ടൊക്കെ വളരെ പരിമിതമാണ്. എങ്കിൽ പോലും ജനങ്ങളുടെ മറ്റു നല്ല മനുഷ്യരുടെ വ്യക്തിപരമായ സഹായത്തോടെ നമ്മൾ ഇത്രയും ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് ഇവിടെ നടത്തുന്നത്. ഫൗണ്ടറായ നമ്മുടെ സാറാണ് സുനിൽ ജെ മാത്യു എന്ന് പറയും. സുനിൽ ജെ മാത്യു സാർ, റോയ് സാർ, റഷദ്, ഡിയോ, ഇവരുടെയൊക്കെ കൂട്ടായ പരിശ്രമം. അതിനുള്ളിൽ ഞങ്ങൾ കുറെ പ്ലേയേഴ്സ് നമ്മളൊക്കെ കോച്ചായിട്ട് നിൽക്കാനാണ് ഒരു അവസരം തന്ന സുനിൽ സാർ, അവരുടെയൊക്കെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇന്ത്യൻ ടീമിനെ വാർത്തെടുക്കാൻ പറ്റുന്നത്. ഇപ്പോഴും രാത്രി 11:30 1 മണിയാകാതെ ഇവിടെ പോകാൻ പറ്റില്ല. പിള്ളേർക്ക് അത്രയും പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കണേ. അവരുടെ പ്രാക്ടീസ് രാവിലെയൊക്കെ റെസ്റ്റ് കൊടുത്ത് വൈകുന്നേരമൊക്കെ റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ രാത്രി കളിക്കണേ. രാത്രി ആയിരിക്കും നമ്മുടെ വേൾഡ് കപ്പിന്റെ കളികൾ. ആ സമയത്തുള്ള അവരുടെ പ്രാക്ടീസിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമ്മൾ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ വീഡിയോസ് ഒന്ന് വൈറലാക്കുക, അവരെ രക്ഷപ്പെടുത്തുക, അവർ ജനങ്ങൾ അറിയട്ടെ ഇങ്ങനെ ഒരു കളിക്കാർ ഇവിടെ ഉണ്ടെന്ന്.
എന്നല്ലോ മാഡം പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ വന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ പരിതാപകരമാണ്. ഒരു നാഷണൽ മാച്ച് നടക്കുന്ന ഒരു വേദിയോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ വേദിയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ വേൾഡ് കപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ബ്രസീലിൽ നിന്നും വരുന്നുണ്ട്, അതുപോലെ തന്നെ അർജന്റീന അങ്ങനെയുള്ള നാഷണൽ ടീമുകൾ അണിനിരത്തിയിട്ടാണ് ഇവിടെ ഒരു വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ എത്രത്തോളം ഇവർക്ക് സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു ഇവർക്ക് തന്നെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഇവരുടെ സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കില്ല. കാരണം ഇന്നൊരു നാഷണൽ കപ്പ് ഇന്നിപ്പോൾ മെൻസ് നാഷണൽ കപ്പ് ഇപ്പോൾ അതായത് ഇന്ത്യ 14 വേൾഡ് ചാമ്പ്യന്മാർ നമ്മുടെ വേൾഡ് ഇന്ത്യൻ നാഷണൽ ടീം ഇന്ന് 147 സ്ഥാനത്ത് എടുക്കുന്ന ആ ഒരു സ്ഥാനം നോക്കി കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് ആ ടീമിന്റെ സ്ഥാനം ശരിക്കും 16 സ്ഥാനത്ത് വരുന്ന ടീമാണ് അണിനിരുന്നത്. ഇന്ന് കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു കളി കഴിഞ്ഞു ഏകദേശം. അടുത്ത മാസം പറ്റുന്നത് പോലെ ഇവിടെ നിങ്ങൾക്ക് 1 രൂപ ചെലവിലാട്ടോ. ഇവർക്ക് 1 രൂപ പോലെ ടിക്കറ്റ് ഒന്നും തന്നെ എടുക്കണ്ടില്ല. നിങ്ങൾ വന്നിട്ട് നമ്മുടെ ഒരു ടീമിനെ സപ്പോർട്ട്, നമ്മളാൽ കഴിയുന്ന ഒരു സപ്പോർട്ട്, ഒരു പ്രോത്സാഹനം, അത് മാത്രമാണ് ഇവർ കേൾക്കുന്നത് കേട്ടോ. 1 രൂപ പോലും ചെലവില്ല, ടിക്കറ്റ് എടുക്കണ്ട, നമുക്ക് കളി ആസ്വദിക്കാം. നമ്മൾ കാണാനുള്ള ഒരു കളിയുണ്ട്. നമ്മൾ സാധാരണ ഒരു ബ്ലൈൻഡ് കളി എന്നുള്ളൊരു മുഖേന എടുക്കുന്നത് കൊണ്ടാവും ഒരു പക്ഷേ നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു കളി കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് കഴിയുന്നവർ വരിക, സപ്പോർട്ട്